അതായത് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ ഒരു പ്രേത വീട് പറഞ്ഞ് പേടിയാണ്ട് വേറെ ഒന്നല്ല. ഞങ്ങളിങ്ങനെ വരുമ്പോൾ അപ്പൊ ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു ടീച്ചർ ഇതൊക്കെ ഡാർക്കായിട്ട് കാണുന്നില്ല. എന്തോ മിന്നണ പോലെ സാധനം കണ്ടു. എന്തൊക്കെ ഡാർക്കായിട്ട് കാണുന്നില്ലേ? ഒരു പശു നിൽക്കൂടെ ഞാൻ വീട് ഇർഫ അതിന് പൊക്കത്തടിക്ക് സൂം ചെയ്തോക്ക്. എന്തേലും കണ്ട അപ്പൊ ഓടിക്കും, അതൊക്കെ പറയാള്ളൂ. ആള് വരുന്നുണ്ടോ? ഇവിടെ ആള് ഏന്നും പറഞ്ഞു മനുഷ്യന്മാരാണ്. ഇവിടെ ഇരിക്ക കുറച്ചു നേരം. ഞാൻ വീട്ടിക്ക് പോവാ. കരയണ്ട. ഇനി പാടത്തുനിന്ന് എത്ര ദൂരം വെച്ചിട്ട് ഓടാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ടാലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കുറച്ച് ദിവസം ഒരു 2-3 ദിവസം എടുത്തിട്ടു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ നമ്മുടെ ഇന്നലെ അതായത് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ ഒരു പ്രേത വീട് പറഞ്ഞ് അത് നമ്മളിന്ന് രാത്രി പോകാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഒരു പ്രേത വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം നമുക്ക് യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, അതായത് മെസ്സേജ് കുറച്ച് പേര് പറഞ്ഞു രാത്രി പോയി നോക്ക്, രാത്രി പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രാത്രി പോകണം. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റിൻ്റെ ലൈറ്റ്, അതായത് പോസ്റ്റിൻ്റെ വെളിച്ചത്തിൽ ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ ഇർഫു ആണ് നമ്മുടെ വീട് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിലത്തെ ഒരു ചെക്കനാണ്. പിന്നെ ഇത് അവൻ്റെ അനിയനാണ്. പിന്നെ ഞാനുമാണ്. പിന്നെ നമ്മുടെ അന്ന് വീഡിയോയിൽ വരാത്ത കുറച്ച്, അതായത് നമ്മുടെ വേറൊരു കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവന് വീട്ടിലേക്ക് വിളിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ വീട് ഇരിക്കുന്നത്. അപ്പോൾ കാലിൽ ഇരുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ ലൈറ്റ് മാത്രമുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വീട് ഇരുത്തണം. അപ്പം ഇനി അധികം ലാക്ക് അടുപ്പിക്കില്ല. നേരെ നമുക്ക് പോയിട്ട് അവനെ വിളിക്കാമല്ലേ. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് ഇതേ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ റിഹുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫമച്ചുണ്ട്. അപ്പോൾ ഗൈസ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അവല്ലെങ്കിൽ പിന്നെ ഞാൻ ഗൈസ് നമ്മൾ പോവില്ല കേട്ടോ. നമുക്ക് 3 പേരും കൂടി പോകാൻ പേടിയാണ്. കാരണം അവിടെ ആകെ കാടാണ്. അപ്പോൾ അവനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ അവൻ്റെ വീട് അവിടെ ഒരു ഇരുട്ടാട്ടോ. അപ്പോൾ നൈസിലാണ്ട് പോയേക്കാല്ലേ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഞാൻ വിളിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഇടവഴി കേട്ടോ. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ, അതായത് പ്രേത വീട് കണ്ടിട്ട് നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കാണാത്തതുകൊണ്ട് ഫസ്റ്റ് ആ വീഡിയോ പോയി കണ്ടിട്ട് ബാക്കി ഇത് കാണാം കേട്ടോ. അതായത് പാർട്ട് 2 പോലെയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മൾ ആ വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ കയറി നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ അല്ലേ നമ്മൾ രാത്രി പോകുന്ന ഒരു വീഡിയോ അല്ല, അന്ന് ഇവ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവ വന്നപ്പോൾ നമ്മൾ ഇവനെ കൂട്ടിന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ തന്നെ അവനെ വിളിക്കാൻ പോവാം. അപ്പോൾ ഈ നമ്മളെ കൂട്ടുകാരനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരാണ്. അഫ്സലാച്ചാൻ മുണ്ടൊക്കെ ഇട്ടിട്ടാ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെക്കന് രാത്രി ഇങ്ങനെ വെക്കണോണ്ടേ പേടി അത്രേ, അത് മുണ്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും കൂടിയിട്ടാണ് പോണത്. ഓക്കെ, എന്നാൽ പോവല്ലേ നമുക്ക്. ഓക്കെ, നമുക്ക് ഒരു തമാശ വീട്ടിൽ കണ്ടാൽ മതി കേട്ടോ. അവിടെ എത്തിയിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടായതുകൊണ്ട് അന്നത്തെ പോലെ നമുക്ക് പോണ വഴികളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം മൊബൈലിൽ ക്ലിയർ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അധികം വിഷ്വൽസ് എടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല, ഇരുട്ടത്ത് പോകണേ. അപ്പോൾ ഇതുപോലെ വെളിച്ചെല്ലാം വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കില്ല, നല്ല എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് ലൈറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ ഇതൊരു പഴയ ഹെഡ് ലൈറ്റ് കേട്ടോ. കണ്ടോ നോക്ക്, കണ്ടോ അങ്ങോട്ട് അടിച്ച് കാണിച്ചെടുക്കാം. കണ്ടോ. ഓക്കെ. അപ്പോൾ ചെക്കനെ നമ്മുടെ ചെറിയ ചെക്കനാണ് നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ അതാണ്. അപ്പോൾ അല്ലേ, ഇത് ഒരു സേഫ്റ്റിക്ക് നോട്ടല്ലേ. കണ്ടോ. അപ്പോൾ ഇതായിട്ടാണ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഈ ഞങ്ങളിവിടെ എത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പേടിയാണ്ട് വേറെ ഒന്നല്ല. ഞങ്ങളിങ്ങനെ വരുമ്പോൾ റബ്ബറും കാട്ടിൽ നിന്ന് എന്തൊക്കെ ഇളകണ പോലെ ശബ്ദവും അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളെല്ലാവരും ഇതൊരു വടി വെച്ച് അങ്ങോട്ട് പൊട്ടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് കാണിച്ചിട്ട് അവിടെ നേരത്തെ എന്തോ ഒരു ശബ്ദം ഇളകണ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ വെറുതെ യൂസിന് ഇതിന് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനെ വെറുതെ പോകേണ്ട, വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് പോയതാണ്. അതായത് അവിടെ ഇങ്ങനെ ഒരു റബ്ബറും കാടുണ്ട്, അവിടെ എന്താ ഇളകണ പോലെ തോന്നിട്ടോ. അപ്പോൾ തമാശ പറഞ്ഞില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പേടിച്ച് നിന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ശബ്ദം പോലെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്നാട് പോകണടങ്ങി എന്തായാലും വന്നാലേ പോവാം. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള നമ്മുടെ ഇർഫൂനൊക്കെ ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഏറ്റവും ചെറുതായിട്ട് പേടിയുണ്ട്, എന്നാലും പോവാം. ഗൈസ് നിങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പേടി കുറവുണ്ട്, എന്നാലും പോവാം. അപ്പോൾ ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു ടീച്ചർ ആരും താമസിക്കേണ്ടി വരും കേട്ടോ. ഇവിടെ അങ്ങോട്ട് വീട് കണ്ടു നോക്കി നോക്ക്, ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇതാക്കിയാ ഇട്ടായോണ്ട് കാണില്ല, വീണ്ടും വൃത്തിക്കടിക്ക്. ഞാൻ എന്തോ പട്ടി എന്തോ ചോദിച്ചു. അപ്പോൾ ഇരുട്ടായിട്ട് കാണില്ല. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീട് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലം അത് വേറെ പൊട്ടി പൊളിഞ്ഞ് നടക്കുന്ന വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറെ പൊട്ടി പൊളിഞ്ഞ് നടക്കുന്ന വീടില്ലേ, അവിടെയാണ്. അങ്ങോട്ട് പോകണോ? അല്ല, ഇവിടെ കാണുന്നു. അറ്റത്ത് കണ്ട ആ വീടാണ്.
അങ്ങോട്ട് പോയ പണി കിട്ടുന്നാണ് ഒരു ഇത്. അപ്പൊ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഡാർക്കായിട്ട് കാണണ്ടില്ലേ ജിഫി? എന്തോ മിന്നണ പോലെ സാധനം കണ്ടു. എന്തൊക്കെ ഡാർക്കായിട്ട് കാണണ്ടില്ലേ? പാടത്ത് വെച്ചിണ്ടേ. ഇന്ന് പിന്നെ നമുക്ക് പോയോക്കല്ലേ? എടാ എന്ത് പറയുന്നു? പോയോക്കാ? പേടിയാ. ദൈവം പോയോക്കണ്ടെന്നാണ്. പൂവ് എന്തായാലും വന്നല്ലേ. ഇവന്റെ ചോദിച്ചോ, ചെറുതിന്റെ ചോദിച്ചോ. നമുക്ക് പോവല്ലേ? നമുക്ക് പോവാ. എന്നാ പാ പോവാ. അപ്പൊ അങ്ങോട്ട് പോയി നോക്കിട്ട് നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് കേസ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്നവനാണെങ്കിൽ നല്ല പേടിയായി. അപ്പോൾ അവൻ പറയാണ് തിരിച്ചു പോകാന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം തിരിച്ചു പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു എന്തായാലും വന്നല്ലേ, എന്തായാലും പോയി നോക്കിയിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് പാടത്തേക്ക് ഇനി ഇറങ്ങാനായിട്ട് പോകട്ടെ. പാടത്തു നിന്ന് ഇറങ്ങിയിട്ട് വേണം ഒരു വീട്ടിലേക്ക് പോകാൻ. ഒന്നുമല്ലോ തോന്നുക. അപ്പോൾ ഇവിടെ ഒരു വീട്, ഞാൻ വീട്ടിലേക്ക് ഇപ്പുറത്തൂടെ പാടത്തുനിന്ന് നടന്നു അവിടെ എത്തിയിട്ട് ഇനി കാണാം കേസ്. അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ പാടത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് പാടത്ത് എന്തോ ഒരു തിളങ്ങണ കണ്ണുണ്ട്. നോക്കി വെളിച്ചടിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഒരു പശു നിൽക്കണു കേസ്. അതായത് ഞങ്ങൾ വ്ളോഗ് എടുക്കണതിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. പിന്നെ പേടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വ്ളോഗിൽ അതും ഇതൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, വ്ളോഗ് എടുക്കണതിൻ്റെ കാര്യം മറന്നു. അങ്ങനെ ലൈറ്റ് അടിച്ച് കയ്യിലുള്ള ഹെഡ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് ഒരു പശു നിൽക്കണ കണ്ടത്. പേടിക്കാതിരിക്കേ നമ്മൾ ഇബ്രാഹിന്റെ പശുവാളോ? ഒരു പശു ഇതേ ഇവിടെ നിക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പൊ ഒടിയനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു പശു മാത്രല്ല കേട്ടോ. അങ്ങനെ പാടത്ത് പോയിപ്പോ കൊറേ പശു കണ്ടു. പിന്നെ അറ്റത്താണെങ്കിൽ ഒരു പൂത്തൊക്കെ കണ്ടുട്ടോ ഞങ്ങള്. എന്തേലും കണ്ട അപ്പൊ ഓടിക്കും, അതൊക്കെ പറയാള്ളൂ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കുന്ന പറഞ്ഞു, ഇങ്ങനെ ആരും പോരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇരുട്ടായോണ്ടാണ് ഗൈസ്. എനിക്കിപ്പോ ചങ്ങല വലിക്കുന്ന ശബ്ദം കേട്ടു, പക്ഷെ എനിക്ക് തോന്നിയത് അവ പേടിച്ച് നടക്കണോണ്ട് തോന്നണാണ്. അവരാണ്ട് ജീവിതം അവരാണ് നോക്കിക്കോ. എന്തിനും കണ്ട ലൈൻ കമ്പിയിലും തട്ടാ നേരെ ഓടിക്കും, അത്രയ്ക്ക് പറയാള്ളൂ. പിന്നെ ഇതാ ഇതിലത്തെ ചാർജും കഴിയാറായി, അതാണ് ഏറ്റവും വലിയ ഇടങ്ങിയത്. ഇത് ചാർജ് കഴിയാറായിണ്ട് ഇതിന്റെ. നീ പേടിക്കല്ല ഇങ്ങനെ, നീ എന്തിനിങ്ങനെ പേടിക്കണേ? നമുക്ക് ഇവൻ നല്ല പേടിയുണ്ട്, പക്ഷെ അവിടെ നിന്നുള്ള ആവേശമൊന്നും ഇവനാണ് പറഞ്ഞു പോവാ നമുക്ക് പോവാന്ന്. അപ്പൊ ഇവിടെ എത്തിയപ്പോ ആകെ പേടിയായി. പക്ഷെ നമ്മുടെ അനിയൻകുട്ടിനെ ഒട്ടും പേടിയില്ല. അവിടെ എങ്ങടെ അങ്ങോട്ട് പോണ്. അപ്പൊ കേസ് നമ്മളിത് അപ്പുറത്ത് ചെന്ന് ഇപ്പുറത്ത് വന്നിട്ട്. അപ്പൊ ഈ ഗേറ്റ് ഒന്നും കൂടി എടുത്തിക്കോടാ. ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം. ഇതാ ഗേറ്റ്, ഇതിന്റെ മുമ്പിൽ നമ്മൾ പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇരുട്ടായതുകൊണ്ടാണ് ആര് തുറക്കാൻ നോക്കണ്ടല്ലോ. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് വീട്. ഞാൻ നീ മതിൽ ചാടി പോവാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ട്. അപ്പോൾ മതിൽ ചാടി പോകണം, അതാണ് ഒരു സീന്. അപ്പോൾ ഈ ഗേറ്റിന് മുമ്പ് വരെ നമ്മൾ എങ്ങനെയൊക്കെ പേടിച്ച് എത്തിയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നോക്കാം ഗൈസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഗേറ്റ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി പോകണില്ല, കാരണം ഡേഞ്ചറാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോകാന്നാണ്. ശബ്ദം ഓടല്ലേ ഗൈസ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ട് ഓടണ പോലെ കാണിച്ചില്ലേ, അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിച്ചാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അഭിനയിച്ചാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ട്, അതായത് ഇങ്ങനെ മറ്റവൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു ചങ്ങലയുടെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അതായത് വെച്ചു ശബ്ദം. അത് കഴിഞ്ഞിട്ട് വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ച് വെറുതെ ഓടണ പോലെ കാട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് സാധാ പോലെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വരികയാണ് പാടത്ത് കൂടെ. അങ്ങനെ പാടത്ത് കൂടെ വരും. അപ്പോഴൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, വീഡിയോ എടുക്കൽ നിർത്തി. അങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴാണ് അഫ്സൽ പറയുന്നത് എന്താ ഇരിക്കുന്നത്, എന്തൊരു സാധനം പാടത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഹെഡ് ലൈറ്റ് ഓഫാക്കി പോക്കറ്റിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. അപ്പോൾ എന്തോ ഇരിക്കുന്ന പോലെ കണ്ടു കേട്ടോ. അങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഒരാളിരിക്കുന്നു ഗൈസ്. അതും പാടത്തിന് ഇങ്ങനെ നടുക്ക് ഒരാളിങ്ങനെ ഇരിക്കുന്നു, കാലിൻ്റെ അതായത് മുട്ടുകാലിൻ്റെ പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തിങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയത് ആൾ ഒരുമാതിരി എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദമാണ്, ഒരുമാതിരി പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കി ഗൈസ്. ആ ഒരു ശബ്ദം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ ശബ്ദം ഉണ്ടാക്കിയ കേസ് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പാടത്ത് കൂടെ നേരെ അങ്ങോട്ട് ഓടി. ഇയാളെ കാണാനായിട്ട് മുമ്പ് ഞാൻ അഫ്സലിൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു, എടാ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് അണച്ചു വെക്കാം, ലൈറ്റ് എല്ലാം എടുത്ത് എത്ര ഇരുട്ടുണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയതും പിന്നെ അങ്ങോട്ട് ലൈറ്റ് ഓണാക്കിയത് എന്തോ ഇരിക്കുന്നു സൈഡിൽ. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു പാടത്ത്. ഞങ്ങൾ മുഖമൊന്നും ക്ലിയർ ആയില്ല, ആളാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അടിച്ച് നോക്കി, അപ്പോൾ ഇങ്ങനെ ഒരാളിരിക്കും. ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ഓടി. പിന്നെ നോക്കിയതും മാത്രം ഒരാൾ ശബ്ദം ഉണ്ടാക്കി ചെയ്തു. അങ്ങനെ ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കി, വികൃതമായ ശബ്ദം. ഞങ്ങൾ നേരെ അങ്ങോട്ട് കണ്ടം വഴി ഓടുക എന്നൊക്കെ പറഞ്ഞില്ല, അത് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താണ് കണ്ടം വഴി ഓടുക എന്ന് ഇപ്പോൾ മനസ്സിലായി. നേരെ അങ്ങോട്ട് ഓടി. ഞാൻ കറക്റ്റ് വഴിക്ക് ഓടിയതാണ്. അപ്പോൾ ഇവന്മാർ നേരെ പാടം വഴി ഓടി പേടിച്ചിട്ട്
അപ്പോൾ അങ്ങനെ കുറേ ദൂരം ഓടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവസരം തീരുമാനിച്ചു അത് ആരാ, ചിലപ്പോൾ മനുഷ്യൻ തന്നെ ആവും, ആരാന്ന് അറിഞ്ഞിട്ട് എൻ്റെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ആളിനെ കണ്ട ഭാഗത്തേക്ക് തന്നെ നടന്നു. അപ്പോഴാണ് കേസ് ഞങ്ങൾ ഒന്നും കൂടി പേടിച്ചത്. അങ്ങനെ തിരിച്ച് നടന്നപ്പോൾ അവിടെ എല്ലാം തപ്പി നോക്കിയിട്ട് അങ്ങനെ ഒരാളിനെ അവിടെ കാണാനില്ല. അതായത് തോന്നിയതല്ല, ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടാൽ ഞങ്ങൾ ഇരിക്കുന്നത്. അത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കി, അപ്പോൾ ആൾ ശബ്ദം ഉണ്ടാക്കി ഞങ്ങൾ ഓടി തിരിച്ച് വന്ന്, അതായത് ഹെഡ്ലൈറ്റൊക്കെ അടിച്ച് ഫുള്ള് നോക്കിയപ്പോൾ ആളിനെ എവിടെയും കാണാനില്ല. അങ്ങനെ അറ്റത്ത് നോക്കിയപ്പോൾ ഒരു പോത്തൊക്കെ നിൽക്കണു, ഒരുമാതിരി ഹൈറ്റ്, ഒരു വികൃതി, എന്തോ ഒരുമാതിരി നല്ല തടിച്ച് എന്തൊക്കെ പോത്ത് പോലെ നിന്നൊക്കെ നിൽക്കണു. അതെന്തായാലും ആവട്ടെ. പിന്നെ ഇയാൾ എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അതാണ് ഗൈസ്, നിങ്ങളിപ്പോൾ കട്ട് ചെയ്ത് ഓടണം കണ്ടില്ല, അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. തനി ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈ കട്ട് ചെയ്തിട്ട് അതായത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണതിൻ്റെ തിരക്കിൽ, അതായത് പെട്ടെന്ന് വീഡിയോ ഓൺ ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുക ചെയ്ത്, അങ്ങനെ കൈ തട്ടി വീഡിയോ ഒക്കെ വന്നതാട്ടോ ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അഭിനയിച്ചാണ്, അപ്പോൾ അതിനുള്ള പണി എന്തായാലും ശരിക്കും കിട്ടി. അതാണ് അപ്പോൾ ഓടണത് കണ്ടു കിട്ടും നിങ്ങൾ. അപ്പോൾ ആളിങ്ങനെ ഇരിക്കുന്ന വീഡിയോ എന്തായാലും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ ബാക്കി നിങ്ങൾ കാണും വീഡിയോ തനിയെ വെയിറ്റ്. എടാ ഇനി ഇവിടെ നിന്ന് അടിച്ചിട്ട് ആളെ കണ്ടിട്ട് പേടിക്കാനോ? ഇടയ്ക്ക് പശുവിന് വാങ്ങിക്കാവുന്ന ആളാവോ? ഏയ് എന്തായാലും ആവില്ല, പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തവരാ. നോക്ക് കാല് കറക്കണ്ട്. ഞാൻ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഓൺ ആയി തന്നെ ഇത്. ഇപ്പോൾ വീഡിയോ ഓണോ? പെട്ടെന്നാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നാലോ? അതാണ് പിന്നെ വീണ് റുഹുവിനെ പിന്നെ കാണാനും ഇല്ല. എടാ ഞാൻ വാസലേ പോയോക്കെ എന്തായാലും ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം നമുക്ക്. ഇവിടെ നമുക്കുള്ള പണി പോലെ തോന്നുന്നു കേട്ടോ. എന്താ അറിയോ, നമ്മൾ കറക്റ്റ് ഫ്ലാഷ് താഴ്ത്തിയത് അടുത്തൊരാളിരിക്കണം. അപ്പോൾ ഗൈസ് എന്താ കാര്യം പറയുന്നത് വെച്ചാൽ, നമ്മൾ പിറ്റേന്നായിട്ടോ, അതായത് രാവിലെ വേറെ ഒന്നുമില്ല, ഇന്നലെ രാത്രി ഗൈസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ നടന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങളിങ്ങനെ ശബ്ദം കേൾക്കണ പറഞ്ഞിട്ട് നടന്നു വന്നില്ലേ, അത് സത്യം പറഞ്ഞ ഗൈസ് ഒരു ശബ്ദമില്ല. അത് ഞങ്ങൾ അപ്പുറത്തുനിന്ന് നമ്മുടെ അഫ്സൽ മച്ചാന്ന് പറഞ്ഞില്ലേ, അവൻ്റെ മൊബൈലിൽ വെറുതെ ചിലങ്ങയുടെ ശബ്ദം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെച്ചാണ്. സത്യമാണെന്ന് പറയട്ടോ, അത് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി വെച്ചാണ്, ഓടണ പോലൊക്കെ അഭിനയിച്ചാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഇവിടെ വന്നിട്ട് വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി, നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തുകൂടെ നടന്നു വരുന്നു കേട്ടോ. അങ്ങനെ പാടത്തുകൂടെ നടന്നു വരുമ്പോഴാണ് അഫ്സൽ പറഞ്ഞത്, എന്താ അവിടെ ഇരിക്കണു, എന്താ അവിടെ ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടോ നോക്കിയപ്പോൾ ഒരാളിരിക്കുന്നു പാടത്ത്. സത്യം പറയട്ടോ, ഒരാൾ അങ്ങനെ, അതായത് ഷർട്ടൊക്കെ ഇട്ടിട്ട്, അതായത് ക്ലിയർ അല്ല, ഒരാളിങ്ങനെ ഇരിക്കുക പാടത്തിലിട്ടോ, ഇങ്ങനെ ഇരിക്കുക തന്നെ അവിടെ കണ്ടത്തിൻ്റെ ഇങ്ങനെ ഇരിക്കുക, കൈൻ്റെ മുകളിൽ വെച്ചിട്ട്. അങ്ങനെ ഇതെന്ത് ഞങ്ങൾ അടുത്ത് നോക്കി ഫ്ലാഷ്, അപ്പോൾ ഒരാളിരിക്കുന്നു. ആളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. ഞങ്ങളത് കേൾക്കേണ്ട താമസിച്ചില്ല, ഞങ്ങളൊരു ഒറ്റ ഓട്ടം ഓടി പാടത്ത് കൂടെ, എങ്കിടാന്നില്ല അങ്ങോട്ട് നേരെ അങ്ങോട്ട് ഓടി. ഞാൻ ഈ വഴി കൂടെ ഇങ്ങോട്ട് കയറി കേട്ടോ, കറക്റ്റ് വഴി കൂടെ കയറി. അപ്പം ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇവന് അഫ്സൽ മച്ചാനെ ഓടി. അപ്പോൾ ഇവൻ്റെ പിന്നാലെ ഓടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഇവൻ്റെ പിന്നാലെ പോകാറുണ്ട്, ഇവൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ ഇവനെ കാണാനില്ലേ, ഇവ ഓടി വരുന്നുണ്ട് പതുക്കെ. അങ്ങനെ ഞങ്ങൾ ഓടിയിട്ട് പറഞ്ഞു എന്തായാലും അവസ്ഥയിൽ നമുക്ക് നോക്കില്ല, അത് ആരാന്ന് അറിഞ്ഞിട്ട് തന്നെ നോക്കുക, ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയില്ല നോക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഓടി അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തിരിച്ച് നടന്നിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഞങ്ങളെല്ലാവരുടെയും, ഞങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ പറഞ്ഞില്ലേ, എല്ലാവിടെയും അടിച്ചു നോക്കി, ഫുള്ള് എല്ലാവിടെയും അടിച്ചു നോക്കി. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഒന്നും നോക്കില്ല, അപ്പോൾ സാധാ വഴിക്കൂടെ തന്നെ വേഗം പേടിച്ച് വീട്ടിലേക്ക് വന്നു. മറ്റേ അവസ്ഥയിൽ ഞങ്ങളാണെങ്കിൽ അവന് ഒറ്റയ്ക്ക് പേടിയായിട്ട് ഞങ്ങളങ്ങനെ കൊണ്ടാക്കി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസമല്ല, കുറേ വിശ്വാസമായില്ല. എന്നിട്ട് അഫ്സലിനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കുറേ ഇതാക്കിയിട്ടാണ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ നിങ്ങളിത് വിശ്വസിക്കില്ല, കാരണം സത്യം നടന്നതാണ്. ഞാൻ ആരോ വേണമെങ്കിലും പിടിച്ച് സത്യം ഇട്ടു, അത് ശരിക്കും നടന്ന കാര്യമാണ്. ഞങ്ങൾ ഫസ്റ്റ് ചിലങ്ങയുടെ ശബ്ദമില്ല, അത് ഫേക്ക് കേട്ടോ, ഞങ്ങൾ ഫോണിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വെറുതെ അഭിനയിച്ചുള്ള പണി ശരിക്കും കിട്ടി. ഒരാൾ പാടത്തിരിക്കുന്നത്, അതുപോലെ പോത്തിനെ കാണുന്നു, പോത്തും പശുവൊക്കെ ഒരുമാതിരി. അപ്പോൾ ഇന്നൊരു വല്ലാത്ത എക്സ്പീരിയൻസ് നടന്നില്ലേ, എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ പേടിച്ചിട്ട് നേരെ ഒന്ന് മേലെ കഴുകി വേഗം കടന്നു കിട്ടും. അപ്പോൾ അതാണ് സംഭവം ഉണ്ടായത്. ഗൈസ് നമ്മളെന്തായാലും ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ വീഡിയോ വഴി ഇതാക്കുക. ഇതുപോലെ തന്നെ കിടല വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോളൊക്കെ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുക ഗൈസ്.